നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം സൗദിയിലെത്തി. സംഘത്തിന് മക്കയിൽ ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. കരിപ്പൂരിൽ നിന്നുള്ള 3 വിമാനങ്ങളിലായി 498 തീർത്ഥാടകരാണ് സൗദിയിലെത്തിയത്. 166 തീർത്ഥാടകരുമായി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് വിമാനം ഇന്ന് രാവിലെ 5 മണിയോടെ ജിദ്ദ വിമാനത്താവളത്തിലെത്തി. പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ ബസ് മാർഗം മക്കയിലേക്ക് പോയി. മക്കയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് തീർത്ഥാടകർക്ക് ലഭിച്ചത്. ഹജ്ജ് സർവീസ് ഏജൻസി പ്രതിനിധികൾ പൂക്കളും മധുരവും നൽകി തീർത്ഥാടകരെ സ്വീകരിച്ചു. മലയാളി സന്നദ്ധ സംഘടനകൾ പാട്ടുപാടിയും വെൽക്കം കിറ്റുകൾ വിതരണം ചെയ്തും തീർത്ഥാടകരെ സ്വീകരിച്ചു. മനമിലാശ തീർത്ഥനാഥനിൽ ഹംദുകൾ ചൊല്ലാം, ശുക്റുകളോദാ മർഹബൻ യാ വൈഫു ബില്ലാഹ്. ഏറെ നാളത്തെ ആഗ്രഹം സഫലമായ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. നല്ല സന്തോഷത്തോടുകൂടെ യാത്ര ചെയ്ത് ഇവിടെ ഞങ്ങളെ റൂമിലെത്തി സന്തോഷം പങ്കിടുന്നു. ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഗവൺമെന്റിലാണ് എന്നതുകൊണ്ടില്ല. നല്ല റാഹത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതനുസരിച്ച് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാനും സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സന്തോഷത്തോടെ നാട്ടിൽ തിരിച്ചെത്താനൊക്കെയുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അറിയിച്ചുകൊണ്ട്, ഫ്ലൈറ്റിൽ ആയാലും എല്ലാ സന്തോഷത്തിലായിരുന്നു. നല്ല സ്വീകരണമാണ് ലഭിച്ചത്. ഇവിടെ വന്നപ്പോഴും KMCCന്റെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ നല്ല സ്വീകരണം ഉണ്ടായിരുന്നു. KMCC, ICF, RSI, OICC, വിഖായ, നവോദയ, തനിമ തുടങ്ങിയ മലയാളി സന്നദ്ധ സംഘടനകൾ വനിതകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാരുമായി മക്കയിൽ സേവന രംഗത്തുണ്ട്. 3 വിമാനങ്ങളിലായി 500ഓളം തീർത്ഥാടകരാണ് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മക്കയിലെത്തുന്നത്. മക്കയിൽ അസീസിയയിലാണ് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച ശേഷം 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി മദീനയിൽ നിന്നായിരിക്കും ഇവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. മക്കയിൽ നിന്നും ജലീൽ കടമംഗലം, 24. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയ ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിയത് ശരിവെച്ച വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സ്റ്റെറോഫോമിൽ നിർമ്മിച്ച കപ്പുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങി അബുദാബി. അടുത്ത മാസം 1-നാണ് നിരോധനം നിലവിൽ വരിക. സ്റ്റെറോഫോം മനുഷ്യന്റെ ആരോഗ്യത്തെയും ജൈവ വൈവിധ്യത്തെയും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നിരോധനം. എമിറേറ്റിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് സ്റ്റെറോഫോം ഉൽപ്പന്നങ്ങളും നിരോധിക്കാൻ ഒരുങ്ങുന്നത്. അബുദാബി പരിസ്ഥിതി ഏജൻസിയും അബുദാബി സാമ്പത്തിക വികസന വകുപ്പുമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ജൂൺ 1 മുതലാണ് നിരോധനം നിലവിൽ വരിക. സ്റ്റെറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ, മൂടികൾ, പ്ലേറ്റുകൾ, പാനീയ പാത്രങ്ങൾ, ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന തരം ഭക്ഷണപാത്രങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം ബാധകമാവുക. പരിസര മലിനീകരണം തടയാനാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം വീണ്ടും ഉപയോഗിക്കാവുന്ന സ്റ്റോറേജ് ബോക്സുകൾ, കൂളറുകൾ, മെഡിക്കൽ ഉപയോഗത്തിനായി നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കൾ എന്നിവയ്ക്ക് നിരോധനം ബാധകമാകില്ല. എക്സ്പാൻഡഡ് പോളിസ്റ്ററൈൻ എന്നറിയപ്പെടുന്ന ഒരുതരം പ്ലാസ്റ്റിക്കാണ് സ്റ്റെറോഫോം. സ്റ്റെറോഫോം മനുഷ്യന്റെ ആരോഗ്യത്തെയും ജൈവ വൈവിധ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിരുന്നു. 24 ദുബായ്. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നവർ അക്കാദമിക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ജൂലൈ 31 മുൻപ് പുതുക്കണമെന്ന നിർദ്ദേശം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയാണ് വിവരങ്ങൾ പുതുക്കേണ്ടത്. നിലവിലെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഉൾപ്പെടെ ചേർക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഖത്തറിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പ്രത്യേക കോൺസുലാർ ക്യാമ്പ് വെള്ളിയാഴ്ച ICBF-ഉമായി സഹകരിച്ച് അൽഖോറിലെ കോർ ബേ റെസിഡൻസിയിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 11 വരെ നടക്കുന്ന ക്യാമ്പിൽ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ, PCC സേവനം എന്നിവ ലഭ്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അയർലൻഡിലെ ബാരോ നദിയിൽ കേരള ഹൗസ് സംഘടിപ്പിച്ച ജലോത്സവം ശ്രദ്ധേയമായി. 21 ടീമുകളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്. കേരളത്തിന്റെ ലോക പ്രശസ്തമായ വിനോദോപാധിയാണ് വള്ളംകളി. വിനോദോപാധി എന്നതിലുപരി മൈത്രിയുടെയും സൗഹൃദത്തിന്റെയും ജലോത്സവമാണ് കേരള ഹൗസ് ഇന്ന് അയർലൻഡിലെ ബാരോ നദിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അയർലൻഡിലെ തനത് ശൈലിയിലുള്ള ഡ്രാഗൺ ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇന്ന് ഈ നദിയിൽ വള്ളംകളി സംഘടിപ്പിച്ചിരിക്കുന്നത്.
അയർലൻഡിലെ ബാരോ നദിയിൽ കേരള സംഘടിപ്പിച്ച ഈ ജലോത്സവ പൂരം ഇവിടെ നിൽക്കുന്നില്ല. അടുത്ത വർഷം വീണ്ടും ഇവിടെ ഇതേ ജലോത്സവ പ്രേമികൾ സംഗമിക്കും. അയർലൻഡിൽ നിന്നും വിജയികളായ ആഹായോടൊപ്പം ടോബി വർഗീസ്, അനീഷ് കെ ജോയ്. സൗദി ദമാമിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. പത്തനംതിട്ട ഉള്ളനാട് പുളനാട് സ്വദേശി മുളനിൽക്കുന്നതിൽ PM സാജനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. 32 വർഷമായി ദമാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ USG മിഡിൽ ഈസ്റ്റ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന അഞ്ജന ചന്ദ്രന് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ. പ്രതിദിന ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായം ലുലു ഗ്രൂപ്പ് കൈമാറി. ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരമാണ് ധനസഹായം കൈമാറിയത്. 24 വാർത്തയിലൂടെ അഞ്ജനയുടെ ദുരവസ്ഥയറിഞ്ഞ MA യൂസഫ് അലി സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് 28 വയസ്സുകാരി അഞ്ജന ചന്ദ്രൻ. പ്രതിദിന ചികിത്സയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയാണ് അഞ്ജനയ്ക്ക് ചിലവാകുന്നത്. ഈ തുക കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന്റെ ദുരവസ്ഥ 24 വാർത്തയാക്കി. ഒരു ദിവസം നമ്മൾ കടന്നു പോകണമെങ്കിൽ ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും, വെന്റിലേറ്റർ ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് 15 ദിവസമായി. മോളുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു സഹായനിധി പോലത്തെ അക്കൗണ്ട് തുറക്കുകയും അതിലേക്ക് എല്ലാവരും സംഭാവനയൊക്കെ ചെയ്തും പിന്നെ ആളുകളിൽ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നാലെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഇടപെടൽ. അഞ്ജനയ്ക്ക് ചികിത്സയ്ക്കായി 5 ലക്ഷം രൂപയുടെ ചെക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ VR പീതാംബരൻ, NB സ്വരാജ് എന്നിവർ കൈമാറി. വലിയൊരു സഹായമാണ് ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതിലും വലിയൊരു സഹായമാണ് മറ്റേ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2-3 മാസം വരെ എങ്ങനെ കഴിഞ്ഞു പോകുന്നുള്ള വിഷമത്തിലായിരുന്നു. അതിന് വലിയൊരു ആശ്വാസമാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഞങ്ങളതിൽ നന്ദി പറയുന്നു എല്ലാവരോടും, 24നോടും അതുപോലെ ലുലു മാളിലെ ആളുകളോടും ഞങ്ങൾ നന്ദി പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അഞ്ജന. ഒരാഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അഞ്ജനയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ട്. 24 കൊച്ചി. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ മീഡിയ ആൻഡ് സാറ്റലൈറ്റ് പ്രദർശനമായ ക്യാബ്സാറ്റിന് ദുബായിൽ തുടക്കമായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ക്യാബ്സാറ്റ് പ്രദർശനത്തിൽ ലോകോത്തര കമ്പനികളാണ് പങ്കെടുക്കുന്നത്. ക്യാബ്സാറ്റിന്റെ 30ാമത് എഡിഷനാണ് ഇത്തവണ പുരോഗമിക്കുന്നത്. ഡിജിറ്റൽ മീഡിയയുടെയും സാറ്റലൈറ്റ് വിപണിയുടെയും പ്രക്ഷേപണ മേഖലയുടെയും ഏറ്റവും പുതിയ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനത്തിനായി 450ഓളം പ്രദർശകരാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. ക്യാമറ, ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, ക്രെയിൻ, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനം, പ്രൊജക്ടേഴ്സ് തുടങ്ങി ഇലക്ട്രോണിക് മീഡിയയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും നൂതന സംവിധാനങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. എഐയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും അനന്ത സാധ്യതകളാണ് ഇത്തവണത്തെ മേളയുടെ മുഖ്യ ആകർഷണം. Overall, I'm happy with it, to be honest. It's quite good. There is a variety of companies and more people coming to the CABSAT from other new countries entering the market, or at least displaying their products in the market. ഇന്ത്യയിൽ നടക്കം നിരവധി ആളുകൾ മേള സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകൾ അത്ഭുതപ്പെടുത്തിയെന്ന് പ്രമുഖ സംവിധായകൻ ശേഖർ കപൂർ പറഞ്ഞു. I think that actually this very exhibition next year will be completely different because AI is going to change everything, completely different. We have no idea how much AI is going to change. So this definitely 90% of this will be about the new AI application. 3 ദിവസങ്ങളായി നടക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും. 24 ദുബായ്. ഖത്തറിലെ ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന MES ഇന്ത്യൻ സ്കൂൾ 50ാം വാർഷികം ആഘോഷിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി 1974 ആരംഭിച്ച MES ഇന്ത്യൻ സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുടെ അരനൂറ്റാണ്ടുകാലത്തെ കുടിയേറ്റ ജീവിതം കൂടി ഓർമ്മയിലേക്കെത്തും. ജീവിതം കരുപ്പിടിപ്പിക്കാൻ കടൽ കടന്ന മലയാളിയുടെ വിദ്യാഭ്യാസത്തിനായുള്ള അർപ്പണബോധത്തോടെയുള്ള കഠിനാധ്വാനവും പരിശ്രമങ്ങളുമാണ് ഇന്ന് 2 ക്യാമ്പസുകളിലായി 7500-ലധികം കുട്ടികൾ പഠിക്കുന്ന MES ഇന്ത്യൻ സ്കൂളായി ഖത്തറിൽ തലയുയർത്തി നിൽക്കുന്നത്. ലോകകപ്പോളം വളർന്ന ഇന്നത്തെ ഖത്തറിന് നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യൻ പ്രവാസികളുടെ കുട്ടികൾക്കായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെന്ന സ്വപ്നം ഇന്നത്തെ രീതിയിൽ വളർന്നു പന്തലിച്ചതിന്റെ നാൾവഴികൾ തുടക്കക്കാരിൽ ഒരാളായ BM സിദ്ദീഖ് വിവരിക്കുന്നത് ഇങ്ങനെ. ചെറിയ സ്ഥലത്തിലാവട്ടെ ഞങ്ങൾ ചെറിയൊരു വീട് വാടക എടുത്ത് എന്നിട്ട് ഈ മെമ്പർമാർ തന്നെ പോയി ബിൽഡിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവരാണ് ക്ലീൻ ചെയ്യാൻ. ഒരു മെമ്പറെ ഭാര്യയായിരുന്നു എൻ്റെ പ്രിൻസിപ്പൾ ആദ്യമായിട്ട് വെച്ചത്. അങ്ങനെ നമ്മളൊരു 25 കുട്ടികളെയും വെച്ചിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇൻസ്പെക്ഷൻ അവർ വന്ന് നോക്കി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അപ്പോൾ അവർ എണ്ണി നോക്കിയപ്പോൾ 20-22 കുട്ടികളെ കിട്ടിയുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇതിൽ ആദ്യത്തെ 1-2 വർഷം ഈ കുട്ടികളെ കൊണ്ടുവരവും ഒക്കെ മെമ്പർമാർ തന്നെയാണ്. ഈ വണ്ടിയും കൊണ്ടുപോകും, അവരെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ബസ് നമ്മൾ കട മേടിച്ചത് അത് ടൊയോട്ടയിൽ നിന്നാണ്. അവർ അന്ന് നമ്മളെ മിരിച്ചോയ ആചാര്യർ മൂപ്പർ നമുക്കൊരു ബസ് തന്നിട്ട് നമ്മളോട് പറഞ്ഞ് 2-3 കൊല്ലം കൊണ്ട് കാശ് തന്നാൽ മതി. അങ്ങനെയാണ് അതിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്തുണ്ട്, പിന്നെ വലിയൊരു അനുകൂലം നമുക്ക് വന്നെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഇതുമാതിരിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഇതിനും പുറമെ അക്കാഡമിക്കലായിട്ട് അതിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റിയൊരു പ്രിൻസിപ്പാൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു, VK മുഹമ്മദ് കുഞ്ഞി. ആ VK മുഹമ്മദ് കുഞ്ഞിക്ക് അത് കൊടുത്തതിന് ശേഷമാണ് ഒരു സ്കൂൾ ലെവലിലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നു. ഖത്തറിലെ CBSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ അക്കാദമിക, സാംസ്കാരിക, സാഹിത്യ, കായിക മേഖലകളിൽ ദേശീയ തലത്തിൽ വരെ മികവ് പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് MES മാറിക്കഴിഞ്ഞു. മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസ് നിരക്കിനൊപ്പം മികച്ച വിദ്യാഭ്യാസം, അച്ചടക്കം, സാങ്കേതിക സൗകര്യങ്ങൾ എന്നിവയിൽ ഉന്നത നിലവാരം സൂക്ഷിക്കുന്നതിലും മാനേജ്മെന്റും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു. സിന്തറ്റിക് ട്രാക്കോടുകൂടിയ കളിക്കളം, മികച്ച സൗകര്യങ്ങളുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് ലബോറട്ടറികൾ, എഞ്ചിനീയറിംഗ്, ഗ്രാഫിക്സ് വർക്ക്ഷോപ്പ് തുടങ്ങിയവ MES ഇന്ത്യൻ സ്കൂളിലെ പ്രത്യേകതകളാണ്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി MES റേഡിയോ ഗോൾഡൻ വേവ്സ് കഴിഞ്ഞ മാസം അവതരിപ്പിച്ചിരുന്നു. മെഗാ പെയിന്റിംഗ് കോമ്പറ്റീഷൻ, മ്യൂസിക്കൽ റിയാലിറ്റി ഷോ, അറബിക് ഉറുദു പ്രസംഗ മത്സരം, TED 10, ഗോൾഡൻ ജൂബിലി മാരത്തൺ ഇന്റർനാഷണൽ തുടങ്ങി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ നജീബ്, ഉസ്മാൻ, BM സിദ്ദീഖ്, അജ്മൽ ഇസ്മായിൽ, പ്രിൻസിപ്പൽ ഹമീദ ഖാദർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൻവർ പാലേരി, 24, ദോഹ. ഖത്തറിൽ വ്യാപാരിയായിരുന്ന തലശ്ശേരി കല്ലിക്കണ്ടി കടവത്തൂർ സ്വദേശി ചാക്യാർകുന്ന് കല്ലടംകണ്ടി മഹമ്മൂദ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ദുബായിലായിരുന്ന മഹമ്മൂദ് പിന്നീട് ദോഹയിലെത്തി ബിസിനസ് ആരംഭിക്കുകയായിരുന്നു. ഏതാനും ദിവസങ്ങളായി കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ട് ചാക്യാർകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം സംസ്കരിച്ചു. കുവൈറ്റിൽ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ EK നായനാർ അനുസ്മരണം സംഘടിപ്പിച്ചു. കലാ പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് അധ്യക്ഷനായി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി ചീഫ് എഡിറ്ററുമായ പുത്തലത്ത് ദിനേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ടിംഗ് സെക്രട്ടറി സജിൻ മുരളി, ലോക കേരള സഭാ അംഗം R നാഗനാഥൻ, വൈസ് പ്രസിഡന്റ് റിച്ചി K ജോർജ്, ജോയിന്റ് സെക്രട്ടറി ബിജോയ്, സാഹിത്യ വിഭാഗം സെക്രട്ടറി ദേവി സുഭാഷ്, അബാസിയ മേഖലാ സെക്രട്ടറി നവീൻ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പ്രശസ്ത ഗസൽ ഗായകൻ അലോഷിയും സംഘവും അണിയിച്ചൊരുക്കിയ ഗസൽ സന്ധ്യയും നടന്നു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും. തകർപ്പൻ ജയത്തോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തകർത്തു. 160 റൺസ് വിജയലക്ഷ്യം 13.4 പന്തിൽ മറികടന്നു. He'll be hot in that kitchen as well. Big hit. Fielder will watch it sail over. The Kolkata Knight Riders are in the final of the Tata IPL 2024. They did it in 21. They won it in 2012 and 2014. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ഒന്നാം ക്വാളിഫയറിൽ ടോസിന്റെ ആനുകൂല്യം ഉൾപ്പെടെ ലഭിച്ചാണ് തീരുമാനത്തിന്റെ ആനുകൂല്യത്തിലൊക്കെ ഇറങ്ങിയ ഹൈദരാബാദാണ്. പക്ഷേ തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ എറിഞ്ഞൊതുക്കി അല്ലേ കൊൽക്കത്ത?
അങ്ങനെ തന്നെയാണ് ഗോകുൽ. കാരണം ടോസിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു. സമീപകാലത്തൊക്കെ തന്നെ അഹമ്മദാബാദിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനൊക്കെ ഒരു ആനുകൂല്യം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവരുടെ വെടിക്കെട്ട് ബാറ്റർമാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് ചെയ്തത്. പക്ഷേ തീരുമാനം തെറ്റെന്ന് തെളിയിച്ചുകൊണ്ട് രണ്ടാം പന്തിൽ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ഒരു വൻ പ്രഹരമേൽപ്പിച്ചു. അവരുടെ സ്റ്റാർ ബാറ്റർ, അവരുടെ ടോപ്പ് സ്കോററായിട്ടുള്ള ട്രാവിസ് ഹെഡിനെ പുറത്താക്കി 0-ന് പുറത്താക്കിയത്. അതിൽ തുടങ്ങി ഹൈദരാബാദിൻ്റെ തകർച്ച. മുൻനിരയും മധ്യനിരയും തകർന്നതോടുകൂടി വലിയ സ്കോറിലേക്ക്, കൂറ്റൻ സ്കോറിലേക്ക് പോകാൻ അവർക്ക് ആയില്ല. ഒടുവിൽ രാഹുൽ ത്രിപാഠിയും പാറ്റ് കമ്മിൻസും ഹെൻറിച്ച് ക്ലാസിനും എല്ലാം പൊരുതിയത് കൊണ്ടാണ് അവർ 159 എന്ന സ്കോറിൽ പോലും എത്തിയത്. അത് കൊൽക്കത്തയെ പോലെ വമ്പനടിക്കാർക്ക് പേരുകേട്ട മറ്റൊരു ടീമിന് മുന്നിൽ അവർക്ക് പ്രതിരോധിക്കാവുന്ന ഒരു ടോട്ടൽ ആയിരുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും അനായാസമായി തന്നെയാണ് കൊൽക്കത്ത മറികടന്നത്. 13.4 ഓവറിലാണ് ഈ വിജയലക്ഷ്യം അതിവേഗം അനായാസം മറികടക്കുകയുണ്ടായത്. അവർക്ക് റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരയനും ഉജ്ജ്വല തുടക്കം നൽകി. ഇരുവരെയും അടുത്തടുത്ത് പുറത്തായെങ്കിൽ പോലും അയ്യർ ബ്രദേഴ്സ്, വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ഒത്തുചേർന്നതോടുകൂടി ടീം അനായാസം ജയത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്രേയസ് അയ്യർ പുറത്താകാതെ 58ഉം വെങ്കടേഷ് അയ്യർ 51 റൺസ് എടുത്തു. ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി അങ്ങനെ കൊൽക്കത്ത മാറുകയും ചെയ്തു. കൊൽക്കത്തയുടെ 4ാം ഫൈനലാണിത്. നേരത്തെ 3 തവണ ഫൈനലിൽ കടന്നപ്പോൾ 2 തവണയും കിരീടം നേടാൻ കൊൽക്കത്തയ്ക്കായുണ്ട്. ഒരിക്കൽ കൂടി ഫൈനലിലെത്തുന്നു. ഇത്തവണയും ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾക്ക് കീഴിൽ കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് കൊൽക്കത്ത. ഹൈദരാബാദിന് നിരാശപ്പെടേണ്ട ഒരവസരം കൂടിയുണ്ട്. ക്വാളിഫയർ 2-ൽ ജയിച്ചാൽ അവർക്ക് ഫൈനലിൽ എത്താനുള്ള ഒരവസരം കൂടിയുണ്ട്. ബംഗളൂരുവും രാജസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന എലിമിനേറ്ററിലെ വിജയികളെ ആയിരിക്കും അവർ നേരിടുക. നാളെയാണ് എലിമിനേറ്റർ, 24-നാണ് ക്വാളിഫയർ 2. എന്തായാലും IPL ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായി അങ്ങനെ കൊൽക്കത്ത മാറിയിരിക്കുന്നു. ഗോകുൽ. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ചികിത്സാ പിഴവ് പരാതികൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച ആരോഗ്യവകുപ്പ്. നാളെ തിരുവനന്തപുരത്താണ് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കുന്ന യോഗം ചേരുന്നത്. ആരോപണമുയർന്ന ആലപ്പുഴ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽമാരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും മറ്റുദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ആരോഗ്യവകുപ്പിനെ പരോക്ഷമായി വിമർശിച്ച അമ്പലപ്പുഴ MLA H. സലാം രംഗത്തെത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ യുവതിയുടെ മരണം. വയോധികയ്ക്ക് ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ. കാലിലിടേണ്ട കമ്പി കൈക്കിട്ടെന്ന പരാതി. വിവാദങ്ങൾ തുടർക്കഥയായി ആരോഗ്യവകുപ്പിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF തന്നെ പ്രതിഷേധവുമായെത്തി. CPIM MLA H. സലാം ഡോക്ടേഴ്സിനെതിരെ ആഞ്ഞടിച്ചു. കട്ടാമുടി ന്യായങ്ങൾ പറഞ്ഞ് തങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ രക്ഷപ്പെട്ടു പോകാനുള്ള നിലപാടിലേക്ക് ഇനിയും നിങ്ങളാരും വരേണ്ട കാര്യമില്ല. സ്വകാര്യ പ്രാക്ടീസ് മാത്രം നടത്തി കാശുണ്ടാക്കാൻ മാത്രമായി ജീവിക്കുന്ന ഡോക്ടർമാരെ പരസ്യപ്പെടുത്തി നിങ്ങൾ ചെയ്യുന്ന രീതികളെ ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തി, മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തി പരസ്യപ്പെടുന്ന നിലയിലേക്ക് ഞങ്ങൾ മാറും. പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നതതല യോഗം വിളിച്ചത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. 24 കോഴിക്കോട്. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പതോളജിക്കൽ ഓട്ടോപ്സി പൂർത്തിയാക്കിയാണ് മൃതദേഹം വിട്ടുനൽകിയത്. കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതാണ് കുട്ടി മരിക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 17-ാം തീയതി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ എത്തിയതാണ് ലിബുവും ഭാര്യ പവിത്രയും. മരിച്ച 8.5 മാസം പ്രായമായ പവിത്രയുടെ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നില്ല. 4 ദിവസമായി പോസ്റ്റ്മോർട്ടം നടത്താത്തതിനെ തുടർന്ന് ലിബുവും കുടുംബവും മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ശവപ്പെട്ടിയുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എന്റെ ഭാര്യയ്ക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഈ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞ് മരിച്ചത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ 17 തീയതി കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല. സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുകയൊന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യം ഞങ്ങൾ ഈ ചികിത്സിച്ച ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല, ഒരു 2 ആഴ്ച ഈ മരിച്ച അവസ്ഥയിൽ കുട്ടി അമ്മയുടെ വയറ്റിൽ കിടന്നാലും അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു മറുപടി, വിചിത്രമായൊരു മറുപടിയാണ് നമ്മളത് പറഞ്ഞത്. 18-ാം തീയതി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ഈ നേരം വരെ, ഈ നിമിഷം വരെയും നമുക്ക് കുട്ടിയെ തിരിച്ചിട്ടില്ല.
പ്രതിഷേധത്തെ തുടർന്ന് വൈകിട്ടോടെ നടപടികൾ പൂർത്തിയാക്കി. പത്തോളജിക്കൽ എക്സാമിനേഷൻ ലാബിലായിരുന്നു ഗർഭസ്ഥ ശിശുവിന്റെ ഓട്ടോപ്സി. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത മെഡിക്കൽ കോളേജ് പോലീസ് തുടരന്വേഷണത്തിനായി തമ്പാനൂർ പോലീസിലേക്ക് അന്വേഷണം കൈമാറി. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവുമില്ല. ആരോഗ്യവകുപ്പും ഇടപെട്ടില്ല. ഇന്ന് നടന്ന പത്തോളജി ഓട്ടോപ്സിയുടെ ഫലം വന്ന ശേഷം തുടർ നടപടിയെന്നാണ് പോലീസും പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. ആരോഗ്യവകുപ്പിനെതിരെ ആരോപണവുമായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയുടെ കുടുംബം. വിദേശത്ത് നിന്ന് മരുന്നെത്തിക്കാൻ ആരോഗ്യവകുപ്പ് ഒരു നടപടിയും എടുത്തില്ലെന്ന് കുടുംബം ആരോപിച്ചു. ഇന്നലെ രാത്രിയാണ് ഹസൻ കോയ ഫസ്ന ദമ്പതികളുടെ മകൾ ഫദ്വ മരിച്ചത്. കുട്ടിയുടെ സംസ്കാരം ഇന്ന് നടന്നു. അത്യപൂർവ രോഗമായ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ഒരാഴ്ചക്ക് ശേഷമാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഫദ്വ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിലായിരുന്ന ഫദ്വ കഴിഞ്ഞ രാത്രിയാണ് മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അപൂർവ രോഗം 5 വയസ്സുകാരിയുടെ ജീവൻ കവർന്നതിൽ കുടുംബവും നാട്ടുകാരും നടുക്കത്തിലാണ്. വിദേശത്ത് നിന്ന് മരുന്നെത്തിക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെന്ന ബന്ധുക്കൾ ആരോപിച്ചു. മരുന്നിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരുന്ന് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇതുവരെയായിട്ടും ആ മരുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ആ മരുന്ന് തുടക്കത്തിലേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ കുട്ടി രക്ഷപ്പെട്ടായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കുട്ടിക്ക് നൽകിയെന്നും രോഗത്തിന് ഫലപ്രദമായ മരുന്നില്ലെന്നുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്. രോഗം മാറുമെന്ന് ഉറപ്പില്ലെങ്കിലും ജർമ്മനിയിൽ നിന്ന് മരുന്നെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നുവെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. അതേസമയം കുട്ടിക്ക് വൈറസ് ബാധ പകരാൻ ഇടയായി എന്ന് കരുതുന്ന കടലുണ്ടിപ്പുഴയുടെ മൂന്നിയൂർ ഭാഗത്ത് നിയന്ത്രണം തുടരുകയാണ്. ജാഗ്രത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാഗ്രതയിലാണ്. ഇപ്പോൾ കുട്ടികളാരും പുഴയിലിറങ്ങി കുളിക്കുന്നില്ല. ഫദ്വക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ നിരീക്ഷണത്തിലുണ്ടായിരുന്ന മറ്റു 3 കുട്ടികളുടെയും സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. 24 തിരൂർ. തിരുവനന്തപുരത്ത് രക്താർബുദം ബാധിച്ച 9 വയസ്സുകാരി തുടർ ചികിത്സയ്ക്ക് സഹായം തേടുന്നു. നേമം സ്വദേശികളായ സന്തോഷ് ബീനാമണി ദമ്പതികളുടെ മകൾ നിയയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷം രൂപയാണ് ഉടൻ വേണ്ടത്. മകളുടെ ജീവൻ രക്ഷിക്കാൻ സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് നിയയ്ക്ക് രോഗം കണ്ടുപിടിക്കുന്നത്. ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടതോടെ ഡോക്ടറെ കണ്ടു. രക്തപരിശോധനയിൽ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടതോടെ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ബ്ലഡ് ക്യാൻസർ എന്നറിഞ്ഞതോടെ തിരുവനന്തപുരം RCCയിൽ ചികിത്സ തുടങ്ങി. 10 കീമോ കഴിഞ്ഞു. എന്നിട്ടും ശരീരം മരുന്നിനോട് പ്രതികരിക്കാതെ വന്നതോടെയാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചത്. ഇതിനായി കോഴിക്കോട് മൈത്ര ആശുപത്രിയിലേക്ക് മാറ്റി. 50 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ചിലവ് പ്രതീക്ഷിക്കുന്നത്. അച്ഛൻ സന്തോഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. 9 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസുകൾ സഹായിക്കണം. 24 തിരുവനന്തപുരം. കേരള സർവകലാശാല സെനറ്റിലേക്ക് 4 പേരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ചാൻസലർ എന്ന നിലയ്ക്ക് തനിക്ക് അധികാരമുണ്ടെന്ന ഗവർണറുടെ വാദം രൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളി. സർക്കാർ നൽകിയ പട്ടിക കൂടി പരിഗണിച്ച് 6 ആഴ്ചയ്ക്കകം പുതിയ പേരുകൾ നിർദ്ദേശിക്കണം. ഗവർണറുടെ നിയമവിരുദ്ധ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയെന്ന് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു. കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് നാമനിർദ്ദേശം ചെയ്ത 4 പേരും ABVP-കാരാണെന്നും യോഗ്യത പരിഗണിച്ചില്ല എന്നുമായിരുന്നു ഹർജി. സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താൻ അധികാരമുണ്ടെന്ന് ഗവർണർ വാദിച്ചു. എന്നാൽ ഹൈക്കോടതി ഇത് അംഗീകരിച്ചില്ല. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ലെന്ന് ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. സർവകലാശാല നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള നടപടി വിവേചനപരമാണെന്നും ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർക്ക് യോഗ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ നൽകിയ പട്ടിക കൂടി പരിഗണിച്ച് 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിധി സ്വാഗതം ചെയ്ത് നിയമമന്ത്രി P. രാജീവ്. അതിനിപ്പോ നല്ല വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. സർവകലാശാലയിൽ ചാൻസലറേ ഉള്ളൂ.
അത് ഗവർണറായ ആളെ നമ്മൾ നിശ്ചയിക്കുന്നു. അത് നിയമസഭ നൽകുന്ന ഒരു അധികാരം മാത്രമാണ്. അതൊരു പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന മട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയാണ് വിധിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സമീപകാലത്തായിട്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ് ഗവർണർ, ചാൻസലർ എന്നുള്ള നിലയ്ക്ക് സ്വീകരിച്ചു വരുന്നത്. അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിയമസഭ ഏകാഭിപ്രായത്തിൽ പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് അത് ഇപ്പോൾ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ചാൻസലർ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ സമീപനം ശരിയാണെന്ന് തെളിഞ്ഞതായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ പദവി രാജിവെക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. 24 കൊച്ചി. CPIM നേതാവ് EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ കുറ്റവിമുക്തൻ. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് K സുധാകരനെ കുറ്റവിമുക്തനാക്കി ഉത്തരവിറക്കിയത്. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ ഇത് തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ ഇല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി, എന്നെ ഒരു ക്രിമിനലാക്കി, ക്രിമിനൽ ലീഡറാക്കി, എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ കോടതിയുടെ വിധി. പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ലെന്നും ഗൂഢാലോചന നടത്തിയത് K സുധാകരൻ തന്നെയെന്നും EP ജയരാജൻ പ്രതികരിച്ചു. സർക്കാർ അപ്പീൽ നൽകണമെന്നും താനും നിയമ നടപടി സ്വീകരിക്കുമെന്നും EP ജയരാജൻ. ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി സുപ്രീം കോടതിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. 2016 കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. 1995 ഏപ്രിൽ 12 ട്രെയിൻ യാത്രയ്ക്കിടെയാണ് EPക്കെതിരെ വധശ്രമമുണ്ടായത്. തിരുവനന്തപുരത്ത് താമസിച്ച K സുധാകരൻ ജയരാജനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു കേസ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.